രാമൻ്റെ, സീതയുടെ, ഇൻ്റെ, ഉടെ വിഭക്തി പ്രത്യയങ്ങളല്ല. കന്നഡയിൽ ന, യ, ള, ദ ഈ അക്ഷരങ്ങൾ ഉപയോഗിക്കാം. രാമൻ്റെ, രാമന. ന എന്നുള്ള പ്രത്യയം മിക്ക പേരിൻ്റെയും കൂടെ ഉപയോഗിക്കാം. സീതയുടെ, സീതന. ഗീതയുടെ, ഗീതന. സതീശൻ്റെ, സതീശന. ഇനി യ എന്നുള്ള പ്രത്യയം ചില പേരിൻ്റെ കൂടെ നമുക്ക് യ എന്നുള്ള പ്രത്യയമാണ് ചേരുന്നത്. രവിയുടെ, രവിയ. ശശിയുടെ, ശശിയ. ള എന്നുള്ള പ്രത്യയം പെൺകുട്ടികളുടെ പേരിൻ്റെ കൂടെയാണ് ചേർക്കാറുള്ളത്. അപ്പോൾ ഗീതാള എന്ന് പറഞ്ഞാൽ ഗീതയുടെ, സീതാള സീതയുടെ, കാവ്യാള കാവ്യയുടെ. ഇതൊക്കെ ഇൻഫോർമൽ സിറ്റുവേഷനിലാണ് ഇങ്ങനെ പറയാറുള്ളത്. ഇനി ഫോർമൽ സിറ്റുവേഷനിൽ സംസാരിക്കുമ്പോൾ അവറ എന്നുള്ള വാക്ക് ചേർക്കാം, അതായത് ബഹുമാനത്തോടെ സംസാരിക്കുമ്പോൾ. രവി അവറ, രവിയുടെ. രാമ അവറ, രാമൻ്റെ. ഗീത അവറ, ഗീതയുടെ. ഇനി അച്ഛൻ്റെ, അമ്മയുടെ എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ്റെ, അപ്പന. തൻ്റെ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ തൻ്റെയ. അമ്മയുടെ, അമ്മന അല്ലെങ്കിൽ തായിയ. ചേട്ടൻ്റെ, അണ്ണന. ചേച്ചിയുടെ, അക്കന. അനിയത്തിയുടെ, തങ്കിയ. അനിയൻ്റെ, തമ്മന. മകൻ്റെ, മകന. മകളുടെ, മകള. ഇനി എൻ്റെ, നിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ, നന്ന. നിൻ്റെ, നിന്ന. അവൻ്റെ, അവന. അവളുടെ, അവള. നമ്മുടെ, നമ്മ. നിങ്ങളുടെ, നിമ്മ. അവരുടെ, അവറ. ഇനി സംശയം ചോദിച്ചിരിക്കുന്നത് വീടിൻ്റെ. മനയ, മന വീട്, മനയ വീടിൻ്റെ. അവിടെ നമുക്ക് ന ചേർക്കാൻ പറ്റില്ല. മനന എന്ന് ചോദിച്ചാൽ വീടാണോ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. രവിയ മനേന, രവിയുടെ വീടാണോ. ബാങ്കിൻ്റെ, ബാങ്കിന. കോളേജിൻ്റെ, കാളേജിന. സ്കൂളിൻ്റെ, സ്കൂളിന. പക്ഷെ കന്നഡ വാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ യ എന്നുള്ള പ്രത്യയം വരും. ശാലയ, സ്കൂളിൻ്റെ. അതുപോലെ ഹോസ്പിറ്റലിൻ്റെ എന്നതിന് പകരം നമുക്ക് കന്നഡ വാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആസ്പത്രയ, ഹോസ്പിറ്റലിന എന്നാണ് വരുന്നത്. ഇനി നമുക്ക് ദ എന്നുള്ള പ്രത്യയം നോക്കാം. കേരളത്തിൻ്റെ, കേരളദ. കർണാടകയുടെ, കർണാടകദ. അപ്പോൾ സ്റ്റേറ്റ്സിൻ്റെ പേര് പറയുമ്പോഴാണോ ദ എന്ന് വരുന്നത്? അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് റൂൾസ് ഒന്നും പറയാൻ പറ്റില്ല ഇവിടെ. തമിഴ്നാടിൻ്റെ എന്ന് പറയുമ്പോൾ തമിഴ്നാടിന. മംഗളൂരിന, മംഗളൂരിൻ്റെ. ബാംഗ്ലൂരിൻ്റെ എന്ന് പറയുമ്പോൾ ബംഗളൂരിന. ദ എന്ന് വരുന്ന മറ്റു വാക്കുകൾ മരത്തിൻ്റെ, മരത. വിളക്കിൻ്റെ, ദീപത. പൂച്ചയുടെ എന്ന് പറയുമ്പോൾ ന എന്നാണ് വരുന്നത്. ബെക്കിന. മുടിയുടെ, കൂതലിന. പക്ഷിയുടെ, ഹക്കിയ. കസരയുടെ, കുർച്ചിയ. റോഡിൻ്റെ, ರಸ್ತೆಯ. ಕುಡೆಯುಡೆ, ಕೊಡೆಯ. ಇದನ್ನು ಮಲಯಾಳಂನಲ್ಲಿ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳೋದಕ್ಕೆ ತುಂಬ ಸುಲಭ. ಹುಡುಗರ ಹೆಸರಿನ ಜೊತೆ ಇಂಡೆ ಹಾಗೂ ಹುಡುಗಿಯರ ಹೆಸರಿನ ಜೊತೆ ಇಡೆ ಅಂತ ಸೇರಿಸಿರೋದನ್ನು ನೀವು ಇವಾಗಲೇ ನೋಡಿರ್ಬೋದು. പിന്നെ രാമൻ്റേത് ദ് എന്ന് ചേർക്കാറില്ല. അപ്പോൾ രാമനദു എന്ന് പറയാം. ചുരുക്കി പറയുമ്പോൾ രാമൻദു. സീതയുടേത് സീതനദു. ചുരുക്കി പറയുമ്പോൾ സീതൻദു. രവിയുടേത് രവിയദു. ചുരുക്കി പറയുമ്പോൾ രവിദു. അതുപോലെ ശാലയദു, ശാലയദു എന്ന് ചുരുക്കി പറയാം. ഇന്നത്തെ ക്ലാസ് കണ്ട് പേടിച്ചു പോയാം. ഈ വാക്കുകളൊക്കെ ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതിന് പ്രത്യേകിച്ച് എനിക്ക് റൂൾസൊന്നും പറഞ്ഞുതരാൻ പറ്റില്ല.
ഇതൊക്കെ കണ്ടും കേട്ടും വായിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സംസാരിച്ച് ശീലമാകുമ്പോൾ ഈ വാക്കുകളൊക്കെ താനേ വന്നോളും. ഓക്കെ, താങ്ക് യു.